ഗുഡ് ഡേ ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. എസ് എന്ന് പറയുന്നത് എന്താണ്? സാമ്പിൾ സ്പേസ് ആണ്. സ്ക്രിപ്റ്റ് എ എന്ന് പറയുന്നത് സിഗ്മ ഫീൽഡാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു എന്താണ് സിഗ്മ ഫീൽഡ് എന്ന്. അപ്പോൾ ഈ സെറ്റ് ഫങ്ഷൻ പി എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് എയിൽ എന്ത് ചെയ്യുന്നു? ഡിഫൈൻ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പി എന്നത് പ്രോബബിലിറ്റി മെഷർ അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയണമെങ്കിൽ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് 3 ആക്സിമം സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തെ ആക്സിമം എന്ന് പറയുന്നത് പി ഓഫ് എ എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. പി ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അത് തന്നെ അടുത്തത് ആക്സിം 2 എന്ന് പറയുന്നത് പി ഓഫ് എക്സ് പ്രോബബിലിറ്റി ഓഫ് എസ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. അതായത് പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. മൂന്നാമത്തെ ആക്സിം എന്ന് പറയുന്നത് A1 A2 എക്സെട്ര ആർ ഡിസ്ജോയിൻറ്റ് ഇവൻറ്റ്സ് ആണെങ്കിൽ A1 A2 എക്സെട്ര ഡിസ്ജോയിൻറ്റ് ഇവൻറ്റ്സ് നമുക്കറിയാം എന്താണ് ഡിസ്ജോയിൻറ്റ് ഇവൻറ്റ്സ്. അതായത് 2 സെറ്റ്, അതായത് എ ബി എന്ന് പറയുന്ന സെറ്റ് ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? എ ഇൻ്റർസെക്ഷൻ ബി എന്തായിരിക്കണം? നൾ സെറ്റ് ആയിരിക്കണം. ഡിസ്ജോയിൻറ്റ് ഇവൻറ്റ്സ് എന്നും പറയാം, അല്ലെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്നും പറയാം. അപ്പോൾ A1 A2 എക്സെട്ര എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ജോയിൻറ്റ് സെറ്റ് ആണെങ്കിൽ ദെൻ അത് എഴുതി കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ദെൻ പ്രോബബിലിറ്റി ഓഫ് A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ഓഫ് A1 പ്ലസ് പി ഓഫ് A2 പ്ലസ് എക്സെട്ര ആയിരിക്കും. അതായത് ഡിസ്റ്റോയിൻറ്റ് സെറ്റ് ആണെങ്കിൽ A1 A2 എക്സെട്ര ഡിസ്റ്റോയിൻറ്റ് സെറ്റ് ആണെങ്കിൽ പി ഓഫ് A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര എന്ന് പറയുന്നത് പി ഓഫ് A1 പ്ലസ് പി ഓഫ് A2 പ്ലസ് എക്സെട്ര ആയിരിക്കും. അതായത് എയും ബിയും ഡിസ്റ്റോയിൻറ്റ് ഇവൻറ്റ്സ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആയിരിക്കും. ആണ് ഇവിടെ തേർഡ് ആക്സിയത്തിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു പി എന്ന് പറയുന്നത് അത് പ്രോബബിലിറ്റി അല്ലെങ്കിൽ അത് പ്രോബബിലിറ്റി മെഷർ ആണെന്ന് പറയണമെങ്കിൽ പ്രോബബിലിറ്റി മെഷർ എന്ന് പറയണമെങ്കിൽ അത് 3 ആക്സിമം എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന് എന്ന് പറയുന്നത് പി ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, 2 പി ഓഫ് എസ് എന്തായിരിക്കും? 1 ആയിരിക്കും. അടുത്ത മൂന്നാമത്തെ എന്താണ്? A1 A2 എക്സെട്ര ഒരു ഡിസ്റ്റോയിൻറ്റ് ഇവൻറ്റ്സ് ആണെങ്കിൽ പി ഓഫ് A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര എന്ന് പറയുന്നത് പി ഓഫ് A1 പ്ലസ് പി ഓഫ് A2 പ്ലസ് എക്സെട്ര ആയിരിക്കും. ഇതാണ് എന്ത്? ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. ഓക്കെ, പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ. എ കോംപ്ലിമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നോട്ട് എയിൽ ഇല്ലാത്ത സെറ്റാണ് എ കോംപ്ലിമെൻറ്റ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ആൾജിബ്ര ഇവൻറ്റ്സിൽ പഠിച്ചായിരുന്നു എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് എന്താണ്? എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? സാമ്പിൾ സ്പേസ് ആയിരിക്കും അല്ലേ? എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് സാമ്പിൾ സ്പേസ് ആണ്. അതുപോലെ തന്നെ എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എ യൂണിയൻ എസ് എന്ന് പറയുന്ന സാമ്പിൾ സ്പേസ് ആയിരിക്കും. എ ഇൻ്റർസെക്ഷൻ എസ് എന്തായിരിക്കും? എ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ആൾജിബ്ര ഓഫ് ഇവൻറ്റ്സിൽ കണ്ടതാണ്. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് എന്താണ്? എസ് ആണ്. എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് എന്താണ്? സാമ്പിൾ സ്പേസ് ആണ്. ഇവിടെ എയും എ കോംപ്ലിമെൻറ്റ് എന്താണ്? ഡിസ്റ്റോയിൻറ്റ് ഇവൻറ്റ്സ് ആണ്. കാരണം എന്താണ്? എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് നൾ സെറ്റാണ്. ഓക്കെ, അപ്പം കോമൺ പോയിൻറ്റ്സ് ഇല്ല. അപ്പം എ ഇൻ്റർസെക്ഷൻ എയും എ കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? ഡിസ്റ്റോയിൻറ്റ് ഇവൻറ്റ്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആക്സിമം 3 പഠിച്ചായിരുന്നു. ആക്സിമം 3 പഠിച്ചായിരുന്നു A1 A2 എക്സെട്ര എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റോയിൻറ്റ്സ് അല്ലെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണെങ്കിൽ പി ഓഫ് A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര എന്ന് പറയുന്നത് പി ഓഫ് A1 പ്ലസ് പി ഓഫ് A2 പ്ലസ് നമുക്ക് ആഡ് ചെയ്ത് എഴുതാം. ഇവിടെ എയും എ കോംപ്ലിമെൻറ്റ് എന്താണ്? ഡിസ്റ്റോയിൻറ്റ് ഇവൻറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ പ്ലസ്
പി ഓഫ് എ കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. കാരണം വെച്ചാൽ എന്താണ്, ഇത് എയും എ കോംപ്ലിമെൻറ്റും ഡിസ്ജോയിൻറ്റ് ഇവൻറ്റ്സ് ആണ്. ഇത് ആക്സിയം 3 അനുസരിച്ചാണ് നമ്മൾ ഈ രീതിയിൽ എഴുതിയത്. ഓക്കെ, ഇനി അടുത്ത നമുക്കറിയാം ആക്സിയം 2 അനുസരിച്ച് പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ്. പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് എന്താണ്? 1 ആണ്. പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് 1 ആണ്. അത് ആക്സിയം നമ്പർ 2. ഇവിടെ നമ്മളിവിടെ പ്രോബബിലിറ്റി കൊടുക്കുമ്പോൾ, അതായത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഈസ് ഇക്വൽ ടു ഇത് പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എസ്, എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് എസ് എന്ന് എഴുതാം, പി ഓഫ് എസ്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് എന്താണ്? പി ഓഫ് എ ഉണ്ട്, ഇത് പി ഓഫ് എ പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ്. ഓക്കെ, പി ഓഫ് എസ് എന്താണ്? 1 ആണ്. ആക്സിയം നമ്പർ 3 അനുസരിച്ച്, അത് 2 അനുസരിച്ച് പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് എന്താണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? ഈ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് എങ്ങനെ എഴുതാം? 1 മൈനസ് പി ഓഫ് എ എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അടുത്ത മൂന്നാമത്തെ കേസ് എന്തായിരുന്നു? മൂന്നാമത്തെ പി ഓഫ് നൾ സെറ്റ്, അതായത് പ്രോബബിലിറ്റി ഓഫ് നൾ സെറ്റ് എന്താണ്? 0 ആണ്. നമ്മൾ എന്ത് ചെയ്യുക? പ്രൂവ് ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് നൾ സെറ്റ് എന്താണ്? 0 ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, നമുക്കറിയാം സാമ്പിൾ സ്പേസ് യൂണിറ്റ് നൾ സെറ്റ് എന്തായിരിക്കും? സാമ്പിൾ സ്പേസ് ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി ഓൾജിബ്ര ഓഫ് ഇവൻറ്റ്സ് നമ്മൾ കണ്ടായിരുന്നു. ഇവിടെ എസ് ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? നൾ സെറ്റ് തന്നെ കിട്ടും. അതായത് നമുക്കറിയാം എസ്സും നൾ സെറ്റും എന്താണ്? ഡിസ്ജോയിൻ്റ് ഇവൻറ്റ്സ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി ഓഫ് എസ് യൂണിയൻ നൾ സെറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എസ് പ്ലസ് പി ഓഫ് നൾ സെറ്റ് എന്ന് എഴുതാം. റീസൺ എന്താണ്? എസ്സും നൾ സെറ്റും എന്താണ്? ഡിസ്ജോയിൻ്റ് ഇവൻറ്റ്സ് ആണ്. ഇത് ആക്സിമം 3 അനുസരിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. പി ഓഫ് എസ് യൂണിയൻ നൾ സെറ്റ് ഈസ് ഇക്വൽ ടു പി ഓഫ് എസ് പ്ലസ് പി ഓഫ് നൾ സെറ്റ്. ഓക്കെ, ഇത് നമ്മൾ പ്രോബബിലിറ്റി എടുക്കുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എസ് യൂണിയൻ നൾ സെറ്റ് ഈസ് ഇക്വൽ ടു എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എസ്. ഓക്കെ, നമ്മൾ പ്രോബബിലിറ്റി കൊടുക്കുന്നു. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എസ് യൂണിയൻ നൾ സെറ്റ് എന്താണ്? പി ഓഫ് എസ് പ്ലസ് പി ഓഫ് നൾ സെറ്റ് അല്ലേ, ഈസ് ഇക്വൽ ടു ഇതെന്താണ്? പി ഓഫ് എസ്. ഈ പി ഓഫ് എസും പി ഓഫ് എസും എന്താണ്? ഇവിടെ വരുമ്പോൾ മൈനസ് ആവും. ലാസ്റ്റ് പി ഓഫ് നൾ സെറ്റ് നമുക്ക് എന്ത് കിട്ടി? അത് പി ഓഫ് എസ് മൈനസ് പി ഓഫ് എസ്, പ്രോബബിലിറ്റി ഓഫ് എസ് നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് നൾ സെറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? 1 ആയിരിക്കും. അത് ആക്സിയം നമ്പർ 2 അനുസരിച്ച് അത് 1 ആയിരിക്കും. ഓക്കെ, അടുത്തത് എ ആൻഡ് ബി എനി 2 സെറ്റ്സ് ഇൻ സ്ക്രിപ്റ്റ് എ. എയും ബിയും എന്താണ്? 2 ഇവൻറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഇക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇവിടെ ഈ ഇതിനെ, അതായത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഇക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, ഇതിനെ പറഞ്ഞ പേരാണ് അഡീഷൻ തിയറം ഓഫ് 2 ഇവൻറ്റ്സ്. അഡീഷൻ തിയറം ഫോർ 2 ഇവൻറ്റ്സ്. എന്താണ് അഡീഷൻ തിയറം ഫോർ 2 ഇവൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? എ ആൻഡ് ബി, ലെറ്റ് എ ആൻഡ് ബി ആർ 2 ഇവൻറ്റ്സ്. എയും ബിയും 2 സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ദെൻ പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഇക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ തിയറാണ് അഡീഷൻ തിയറം ഫോർ 2 ഇവൻറ്റ്സ് എന്ന് പറയും. അത് നമുക്ക് എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യാം. അതായത് ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു സാമ്പിൾ സ്പേസ് ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു സാമ്പിൾ സ്പേസ് ആണ്. 2 ഇവൻ്റാണ് ഇവിടെ എടുക്കുന്നത്. എയും ബിയും എന്ന് പറയുന്ന 2 ഇവൻറ്റ്, എയും ബിയും. ഇത് എന്താണ്? സാമ്പിൾ സ്പേസ് ആണ്. ഓക്കെ, എയും ബിയും എന്താണ്? 2 ഇവൻ്റാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി, എ യൂണിയൻ ബി എന്ത് വരും? എ യൂണിയൻ ബിയുടെ ഇതെന്ന് പറയുന്നത് എ യൂണിയൻ ബിന് എയും ബിയും കൂടെ ചേർന്നിട്ടുള്ള എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ ഇതാണ് എന്ത്? എ യൂണിയൻ ബി. ഓക്കെ, ഇതാണ് എന്ത്? എ യൂണിയൻ ബി. നമുക്ക് ഓക്കെ, ഇതാണ് എ യൂണിയൻ ബി.
നമുക്ക് എ യൂണിയൻ ബി അത് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ഓക്കെ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി അർത്ഥം എന്താണ്? എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? എയിൽ ഇല്ലാത്തത് അല്ല, എയിൽ ഇല്ലാത്ത നമ്മൾ ഏതൊക്കെ ഇത് പോർഷൻ വരും? ഇതെല്ലാം എന്താണ്? ഇതെല്ലാം എ കോംപ്ലിമെൻറ്റിൻ്റെ വരുന്നതാണ്. എയിലില്ലാത്ത ഭാഗം. ഓക്കെ, എയിലില്ലാത്തതാണിത്. എ കോംപ്ലിമെൻ്റാണിത്. ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എന്താണ്? ബി എന്ന് പറയുമ്പോൾ ഏത് വരും? ഇത് ഇത്രയും വരും അല്ലേ? ഓക്കെ, ബി എന്ന് പറയുമ്പം ഇത്രയും വരും. അപ്പം എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ബ്ലൂവും യെല്ലോയും കൂടെ ചേർന്നിട്ടുള്ള ഭാഗം, അതാണ് എന്ത്? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂവും ഗ്രീനും ബ്ലൂവും യെല്ലോയും കൂടെ ചേർന്നിട്ടുള്ള പാർട്ടായിരിക്കും എന്ത്? ആ പോർഷനായിരിക്കും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. അതായത് ഈ ഭാഗം. ഓക്കെ, ഈ ഭാഗമാണ് എന്ത്? ഇവിടെയാണ് ബ്ലൂവും യെല്ലോയും കൂടി ചേർന്നിട്ടുള്ള കോമൺ ആയി. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എന്താണ്? എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി. എ കോംപ്ലിമെൻറ്റ് ബിയിലും വരുന്ന പോർഷൻ, അതായത് ഈ ഒരു ഭാഗമായിരിക്കും. ഓക്കെ, അതാണ് എന്ത്? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, അടുത്തെന്ന് പറയുമ്പം ഓക്കെ, അടുത്തെന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതാണ് എ. ഓക്കെ, അതായത് എ യൂണിയൻ ബി നമുക്ക് എങ്ങനെ എഴുതാം? എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, ഈ ഭാഗം എന്താണ്? എ ആണ്. ഈ ഭാഗം എ ആണ്. നമ്മൾ നേരത്തെ കണ്ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എന്താണ്? ഈ ഭാഗമാണ്. ഈ രണ്ടും കൂടെ ചേരുന്നതാണ് എന്ത്? എ യൂണിയൻ ബി. ഓക്കെ, രണ്ടും കൂടെ ചേരുന്നതാണ് എ യൂണിയൻ ബി. അപ്പം എ യൂണിയൻ ബി എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഇവിടെ എയും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബിയും എന്താണ്? ഡിസ്ജോയിൻ്റ് ഇവൻറ്റ്സ് ആണ്. ഓക്കെ, എയും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി ഇതാണ് എ. ഓക്കെ, എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പം ഇതാണ്. ഓക്കെ, ഇത് തമ്മിൽ എന്തില്ല? ഒരു കോമൺ പോയിൻറ്റ്സ് ഇല്ലല്ലോ, തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നില്ലല്ലോ. അപ്പം എയും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബിയും എന്താണ്? ഡിസ്ജോയിൻ്റ് ഇവൻറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഡിസ്ജോയിൻ്റ് ഇവൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെഴുതാം? ആക്സിം നമ്പർ 3 അനുസരിച്ച് എയും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബിയും ഡിസ്ജോയിൻ്റ് ഇവൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഈ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എ പ്രോബബിലിറ്റി ഓഫ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പം പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി അടുത്തത് ഇതെന്താണ്? ഒരു സാമ്പിൾ സ്പേസ് ആണ്. ഓക്കെ, സാമ്പിൾ സ്പേസ് ആണ്. 2 ഇവൻ്റ് ഉണ്ട്, എയും ബി എന്ന് പറയുന്ന ഇവൻ്റ്. ഇതെന്ന് പറയുന്നത് എയും ഇത് ബിയും ആണ്. ഓക്കെ, ഇത് എയും ഇത് ബിയും ആണ്. ഓക്കെ, ഇത് എ ഇത് ബി, 2 ഇവൻറ്റ്സ് ആണ്. ഓക്കെ, ഇത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ബി ഈസ് ഈക്വൽ ടു അതായത് ബി എന്ന് പറയുമ്പോൾ ഏത് ഭാഗമാണ്? ബി എന്ന് പറയുമ്പോൾ ഇത് ഇത്രയാണ് എന്ത്? ബി അല്ലേ? ഇതാണ് ബി എന്ന് പറയുന്നത്, ഇതാണ് ബി. ഓക്കെ,
ഓക്കെ, ഇതാണ് എന്ത് ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ബിയെ എ ഇൻ്റർസെക്ഷൻ ബി എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എ ആൻഡ് ബി, എയും ഇവിടെ ബിയുടെയും കോമൺ ആയിട്ട് വരുന്നത്, എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്നത് ഈ പോർഷനാണ്. ഇതാണ് എന്ത് എ ഇൻ്റർസെക്ഷൻ ബി. എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്നതാണ് എന്ത് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, അപ്പോൾ ഈ ഭാഗമാണ് എന്ത് എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി. അതുപോലെ തന്നെ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എന്താണ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി, ഏത് പോർഷനാണ് വരുന്നതെന്ന്. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ ഈ പോർഷൻ അല്ലേ, എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഇതാണ് എന്ത് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. അപ്പം എ ഇൻ്റർസെക്ഷൻ ബിയും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബിൻ്റെയും യൂണിയൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ബി എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബി കിട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബി എങ്ങനെ എഴുതാം? എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, ഇവിടെ നമുക്ക് കാണുമ്പം തന്നെ അറിയാം എന്താണ് എ ഇൻ്റർസെക്ഷൻ ബിയും, അത് ഈ പാർട്ടും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബിയും എന്താണ് ഡിസ്ജോയിൻ്റ് ആണ്. കാരണം ഇവിടെ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നില്ല, അവർക്ക് തമ്മിൽ എന്തെങ്കിലും ഒരു കോമൺ പോയിൻ്റ് ഇല്ല. അപ്പം എ ഇൻ്റർസെക്ഷൻ ബിയും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബിയും എന്താണ് ഡിസ്ജോയിൻ്റ് ഇവൻറ്റ്സ് ആണ്. ഓക്കെ, ഡിസ്ജോയിൻ്റ് ഇവൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. നമുക്കിങ്ങനെ എഴുതാൻ പറ്റുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്സിയം നമ്പർ 3 അനുസരിച്ചാണ് A1 A2 എക്സെട്ര ഡിസ്റ്റോയിൻ്റ് ഇവൻറ്റ്സ് ആണെങ്കിൽ പി ഓഫ് A1 യൂണിയൻ A2 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? പി ഓഫ് A1 പ്ലസ് A2 എന്ന് എഴുതാം. കണ്ടീഷൻ ആ രണ്ട് ഇതെന്താണ് ഡിസ്റ്റോയിൻ്റ് ആയിരിക്കും. ഇവിടെ ഇപ്പോൾ നോക്കുമ്പം എ ഇൻ്റർസെക്ഷൻ ബിയും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബിയും എന്താണ് ഡിസ്ജോയിൻ്റ് ഇവൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടുന്ന് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതും. ഓക്കെ, ഈ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി നമ്മൾ എവിടെ നിന്ന് ഇക്വേഷൻ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ, സോറി ഇത് പി ഓഫ് ബി ആണ്, പി ഓഫ് ബി. ഓക്കെ, പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി പി ഓഫ് ബി മൈനസ്, അപ്പോൾ നമുക്ക് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എങ്ങനെ കൊടുക്കാം? പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പം ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അഡീഷൻ തിയറം ഫോർ 2 ഇവൻറ്റ്സ് എന്ന് പറയാം. അഡീഷൻ തിയറം ഫോർ 2 ഇവൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് എ ആൻഡ് ബി ആർ 2 events in script A, then probability of A union B is equal to probability of A plus probability of B minus probability of A intersection B ആണ് addition theorem for 2 events. State and proof addition theorem for 2 events എന്ന് ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. ഇനി അടുത്തതാണ് ഷോ ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് പ്രോബബിലിറ്റി 0ക്കും 1നും ഇടയ്ക്കാണ് ലൈ ചെയ്യുന്നതാണ് കാണിക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എ എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് നമ്മൾ ആക്സിയം നമ്പർ 1 കണ്ടായിരുന്നു. പിന്നെ കൂടാതെ പി ഓഫ് എ ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെൻ്റ് ആണെന്ന് നമുക്കറിയാം, നമ്മളത് നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് അതായത് പ്രോബബിലിറ്റി എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ആക്സിയം നമ്പർ 1 അനുസരിച്ച് നമ്മൾ അങ്ങനെ എഴുതി. ഓക്കെ, അപ്പോൾ പി ഓഫ് എ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ്, അതായത് 1 മൈനസ് 1ൽ നിന്നും ഒരു നോൺ നെഗറ്റീവായിട്ടുള്ള നമ്പർ കുറയ്ക്കുമ്പം എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് 0.2 ആണെങ്കിൽ 1 മൈനസ് 0.2 ലെസ് ദാൻ എടുക്കട്ടുള്ളൂ. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഒരിക്കലും എന്താവത്തില്ല, നെഗറ്റീവ് ആവത്തില്ല, ഒരു പോസിറ്റീവ് നമ്പർ തന്നെയായിരിക്കും. 1ൽ നിന്നും ഒരു ചെറിയൊരു പോസിറ്റീവ് നമ്പർ കുറച്ചാൽ എന്താണിത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതനുസരിച്ച് നമുക്ക് എഴുതാം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ. പ്രോബബിലിറ്റി ഓഫ് എ എന്ത് കിട്ടി? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇതിൽ കൂടെ കിട്ടി.
അപ്പം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതാണ് ഇതിൻ്റെ പ്രൂഫ്. ഓക്കെ.